പൈസ കേട്ടിട്ട് നമ്മൾ മാറില്ല പൈസ തരുന്നത്. അന്നമില്ലാത്ത കാലത്ത് പാവങ്ങളുടെ അന്നമായിരുന്നു പനംപൊടി. നാടിന്റെ വിശപ്പടക്കുന്നതിൽ പ്രധാനി. പനമുറിച്ച് കഷണങ്ങളാക്കി അതിൽ നിന്നും പൊടിയുണ്ടാക്കി ആ പൊടി ഉപയോഗിച്ച് വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിയാണ് ഒരു കാലത്തെ ഗ്രാമീണ ജനത വിശപ്പടക്കിയിരുന്നത്. ഇന്ന് അതൊക്കെ പഴങ്കഥയായെങ്കിലും പെരുവയലിൽ പനംപൊടി ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഒരാളുണ്ട്. മനക്കൽ പുതിയോട്ടിൽ മുരളീധരൻ. കിണർ നിർമ്മാണ തൊഴിലാളിയായിരുന്നു ഇതുവരെ. ആരോഗ്യ പ്രശ്നങ്ങൾ കിണർ നിർമ്മാണ ജോലിയിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിച്ചു. വരുമാനം നിലച്ചതോടെ ചെറുപ്പത്തിൽ വിശപ്പടക്കാൻ ഉപയോഗിച്ചിരുന്ന പനംപൊടി നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് നിരവധി പേരാണ് ഓരോ ദിവസവും പെരുവയലിലെ റോഡരികിൽ മുരളീധരന്റെ പനംപൊടി വാങ്ങാനെത്തുന്നത്. ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം പൊടിയാക്കിയും കഷണങ്ങളാക്കിയും വിതരണം ചെയ്യുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ പനകൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് സംഘടിപ്പിച്ച് നോക്കാമെന്ന് തോന്നി. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പം കൊണ്ടുപോകുന്ന ഒരു പ്രാവശ്യം ഇറക്കി കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ ഇത് വാങ്ങിക്കാനുണ്ട്. പൊടിച്ച് പച്ചയായിട്ട് ഇങ്ങനെ തറച്ച് കൊടുക്കുന്നുണ്ട്, പൊടിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് രൂപത്തിലും കൊടുക്കാനുള്ള ആളുകൾക്ക് കൂടുതൽ താല്പര്യം വരുന്നുണ്ട്. ആളുകൾ ചിലവ് കൂടുതലുണ്ട്. നമുക്ക് പിന്നെ എല്ലാ ഓരോന്ന് തീരുന്നതിനനുസരിച്ച് പുതിയത് കൊണ്ടുവരും. അങ്ങനെ ഒരു തൊഴിലേക്കാട്ട് ഇറങ്ങിയതാണ്. അതാണിപ്പോൾ ഇത് ചെയ്യാനുള്ളൊരു കാരണം. പനംപൊടി ഉപയോഗിച്ച് രുചികരമായ പനം കഞ്ഞിയും പനംകുറുക്കും പായസവുമെല്ലാം ഉണ്ടാക്കാമെന്നതാണ് പ്രത്യേകത. രാവിലെ മുതൽ രാത്രി വരെ പെരുവയലങ്ങാടിയിൽ പനംപൊടി വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട്. പഴമക്കാർക്ക് ഗൃഹാതുരമായ ഓർമ്മപ്പെടുത്തലും പുതുതലമുറയ്ക്ക് കൗതുകവുമാണ് മുരളീധരന്റെ പനംപൊടി നിർമ്മാണവും വിൽപ്പനയും. ETV ഭാരത്, കോഴിക്കോട്.